ഹായ് ഫ്രണ്ട്സ്, ലാലീസ് ഫുഡ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായി ഞാൻ 200 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ശേഷം 2 ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. 10 ചെറിയുള്ളി ചതച്ചെടുത്തത്, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചട്ടിയിലേക്ക് ഇടുക. എന്നിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെമ്മീൻ വേകുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം. അതിനുശേഷം തേങ്ങാക്കൊത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ചുവന്നുള്ളി ഇട്ട് ഒന്ന് വഴറ്റുക. അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള വഴറ്റുക. നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിക്കൊണ്ടിരിക്കുക. സവാള ഇപ്പോൾ ഏകദേശം വഴണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കുക. അത് കഴിഞ്ഞ് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇടുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയെല്ലാം ചെമ്മീനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. ശേഷം കുറച്ച് വെള്ളം ഒന്നൊഴിച്ച് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.